ഹായ്. പുതിയൊരു വീഡിയോവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സുനിതാമിയാണ്. ഇന്നൊരു ചെടിയെക്കുറിച്ച് പരിചയപ്പെടുത്താം. ഈ ചെടി നിങ്ങൾ കണ്ടു കാണുമല്ലേ? നിങ്ങളിൽ പലർക്ക് ഈ ചെടിയെ കാണാൻ പറ്റും. നമ്മൾ കാടെന്ന് പറഞ്ഞിട്ട് വെട്ടിക്കളയുന്ന ഒരു ചെടിയാണിത്. നമ്മുടെ വഴിയോരങ്ങളിലും ഒക്കെ കാണുന്ന, വളരെ സുലഭമായി കാണുന്ന ഈ ചെടിയുടെ പ്രത്യേകതയെക്കുറിച്ച് പറയാം. അതുപോലെ തന്നെ ഇതിന് വളരെ ഔഷധ മൂല്യമുണ്ട് ഈ ചെടിക്കും. അത് തന്നെ ഇതിൻ്റെ അകത്ത് നിന്നും ഉണങ്ങിക്കഴിഞ്ഞ് കിട്ടുന്ന ഇതിൻ്റെ വിത്തിനും വളരെ ഔഷധ മൂല്യമുണ്ട്. നമ്മുടെ വഴിയോരങ്ങളിലൊക്കെ ഇത് വളരെ കൂടുതലായി കാണപ്പെടുന്നത്. ഇപ്പോൾ അത് ഉണങ്ങി വരുന്ന ഒരു സമയമാണ്. ഇതിൻ്റെ ഇല വന്നിട്ട് നമ്മുടെ പനീർ കൂർക്ക, അതിൻ്റെ ഇല പോലെയാണ് ഇരിക്കുന്നത്. ഇതിൽ ചെറിയ ഒരു വയലറ്റ് പൂവുണ്ട്. ഇതിൻ്റെ കായ ഇതാണ്. മണം വന്നിട്ട് നമ്മുടെ വിക്സ് തുളസിയുടെ മണമാണ് ഇതിനുള്ളത്. തണ്ട് വന്നിട്ട് പച്ചയും ഗ്രേ കളർന്ന ഒരു ചുവപ്പും ഒക്കെ മിക്സ് ആയിട്ടുള്ള തണ്ടാണ്. ഉണങ്ങിക്കഴിഞ്ഞാൽ കിലുക്കിയുടെ സൗണ്ടാണ്. കാരണം ഇതിൻ്റെ ഈ ബോൾസിൻ്റെ അകത്ത് നിന്നും ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിനകത്തൊരു അരിയുണ്ട്. ആ അരിയാണ് ഉണങ്ങിക്കഴിഞ്ഞ ശേഷം നല്ല കിലുക്കിയുടെ സൗണ്ടിൽ കേൾക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ ഇല വന്നിട്ട് നമുക്ക് ശരീരത്തിൽ ചൊറി സംബന്ധമായ അലർജി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇല നമുക്ക് അരച്ചിട്ട് തേച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ വിത്തിനാണ് ഏറ്റവും കൂടുതൽ ഔഷധ മൂല്യമുള്ളത്. നമ്മുടെ കോൾഡ് ഹൗസിലൊക്കെ നമ്മൾ പാനീയമായിട്ട് ഉപയോഗിക്കുന്ന കസ്കസ്, ഇത് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മെഡിസിൻ വാല്യൂ ഉള്ള ഒരു കസ്കസ് ആണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളിൽ പലവരും കാടായിട്ട് ഇതിനെ സങ്കല്പിച്ചിട്ടുണ്ടാവാം. പക്ഷെ കാണുമ്പോൾ ഇതൊരു കാടാണ്, പക്ഷേ ഔഷധം എന്ന് പറഞ്ഞാൽ ഹൈ ലെവലാണ്. ഇതൊരു കൂട്ടങ്ങളായിട്ട് വളരുന്നു. വഴിയോരങ്ങളിലൊക്കെ ഇത് വന്നിട്ട് ഒരു കൂട്ടങ്ങളിലായിട്ട് വളരുന്നു. അപ്പോൾ കൂട്ടങ്ങളിൽ പിന്നെ നിങ്ങളത് വെട്ടിക്കളയുന്നതിന് പകരം അതിൻ്റെ ഈ സമയമാകുമ്പോൾ അത് വന്നിട്ട് ഉണങ്ങി അതിൻ്റെ വിത്ത് പാകത്തിൽ ആവുന്നതാണ്. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ വിത്ത് നമ്മൾ എടുത്തതിന് ശേഷം അതിനെ വീണ്ടും നിങ്ങൾ കളയുന്നതാണ് നല്ലത്. ഇവിടെ കണ്ടില്ലേ, ഇതിപ്പോൾ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇതെൻ്റെ നാടാണ്. അപ്പോൾ എൻ്റെ നാട്ടിൻ പ്രദേശങ്ങളിൽ, കുന്നിൻ പ്രദേശങ്ങളിലൊക്കെ ഇതിപ്പോൾ സുലഭമാണ്, ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നല്ലൊരു പാനീയമാണ് ഇതിൻ്റെ വിത്ത്. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം, വെയിറ്റ്. അപ്പോൾ ഇതിൻ്റെ വിത്ത് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വിത്ത് വീഴുന്നുണ്ട്. നല്ല സൗണ്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ കിലുക്കിൻ്റെ അതേ സൗണ്ടാണ് ഇതിന്. ആവശ്യത്തിനുള്ളത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അരി, നമ്മൾ ഈ കസ്കസ് എന്ന് പറയുന്നില്ലേ, ഇതിൻ്റെ അരി വന്നിട്ടതാണ്ട്. ഇതാണ് ഇതിൻ്റെ അരി. ഈ കറുത്ത നിറത്തിൽ കാണുന്നില്ലേ, ഇതാണ് അരി. ഈ കൊണ്ട ഇതിനകത്താണ് ഈ അരി ഇരിക്കുന്നത്. കണ്ടല്ലോ വിത്ത്. അപ്പം ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ അരി മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതിൻ്റെ വിത്ത് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്ത വിത്ത് കാണിക്കാം. ഇതാണ് നമ്മൾ ഈ ചെടിയിൽ നിന്നും ശുദ്ധീകരിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത വിത്ത്, കസ്കസ് വിത്താണ്. കാട്ടിൽ നിന്നും നമുക്ക് നാട്ടിൻ പ്രദേശങ്ങളിൽ നിന്നും സുലഭമായി കിട്ടുന്ന കസ്കസിൻ്റെ വിത്താണിത്. ഇനി നമുക്കിത് എങ്ങനെയാണ് വെള്ളത്തിലിട്ട് വെക്കേണ്ടതെന്ന് നോക്കാം.
അപ്പം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്, കാണാൻ വേണ്ടിയാണ് വൈറ്റ് തന്നെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് എത്രയാണ് വെള്ളം വേണ്ടത്, ഞാനൊരു ചെറിയൊരു ഇതിൽ വെള്ളം എടുത്തിട്ടുണ്ട്, വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ശേഖരിച്ച് വെച്ച വിത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മൾ ആ ചെടിയിൽ നിന്ന് എടുത്ത കസ്കസ് വിത്താണ്. നല്ല മണമാണ്. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ഇതിനകത്ത് നിന്നാണ് നമ്മൾ വിത്ത് ശേഖരിച്ചത് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നല്ല ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയിട്ടാകുമ്പോഴാണ് ഇതിനകത്ത് നിന്നും നമ്മൾ അതിൻ്റെ വിത്ത് എടുത്തിരിക്കുന്നത്. ഇതാണ് ഉണങ്ങിക്കഴിഞ്ഞതിൽ ആ ചെടി ഇങ്ങനെ കാണും. നമ്മൾ അത് കുതിരാൻ ഇട്ടിട്ടുണ്ട്. ഏകദേശം പാകമായിക്കൊണ്ട് വരികയാണ്. വിത്ത് ദാണ്ട് ഇതുപോലെ ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ആയുർവേദ വിധിപ്രകാരമുള്ള നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്ന കസ്കസാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഞാൻ അതിൻ്റെ ഔഷധ മൂല്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞ് തരുന്നത്. ഇത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളത്തിൽ നമ്മൾ കുതിർത്ത് വെച്ചിട്ട് അതേപോലെ വെറും വെള്ളം കുടിക്കുന്നതിന് പകരം ഇതും കൂടി അതിലിട്ടിട്ട് ഇതുപോലെ അതിനുശേഷം കുടിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ വന്നിട്ട് നമുക്ക് ജ്യൂസിലാണത് ആഡ് ചെയ്യാറ്. അത് വെള്ളത്തിനോടൊപ്പം ചേർക്കുകയാണെങ്കിലും വളരെ നല്ലതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ അസിഡിറ്റി മൂലം നമ്മുടെ വയറിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഇത് ചേർത്ത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. വയറിൽ എന്താ പറയുക, വയറിനകത്തുണ്ടാകുന്ന പുകച്ചിൽ മാറ്റാൻ ഇതിന് വളരെ ഫലപ്രദമായ ഒരു ഔഷധ മൂല്യമുണ്ട് ഇതിന്. നിങ്ങൾ പലരും കാടാണെന്ന് വെട്ടി കളയുന്ന പല ചെടികളും നമ്മുടെ ശരീരത്തിൻ്റെ ഫലപ്രദമായ ഒരു ഔഷധ മൂല്യമാണെന്ന് തിരിച്ചറിയുക എല്ലാവരും. ഇനി ഇങ്ങനെയുള്ള ഒരു സസ്യം നിങ്ങൾ കാണുകയാണെങ്കിൽ മുളയിലെ നുള്ളിക്കളയാതെ അതിൻ്റെ പാകമാകുന്നതിന് ശേഷം അതിൻ്റെ വിത്ത് ശേഖരിച്ചിട്ട് നിങ്ങൾ പിന്നീട് അതിനെ കളയുന്നതാണ് നല്ലത്. കടയിൽ നിന്ന് നമ്മൾ വാങ്ങാറുണ്ട്, പക്ഷേ ഇത്രയ്ക്കും എന്താ പറയുക ഔഷധ മൂല്യം ഉണ്ടായിരിക്കില്ല അതിലൊന്നും. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ കിട്ടുന്ന ഈ ഒരു ചെടിയുടെ വിത്തിന് വളരെ വളരെ ഭൂമിയുടെ എന്താ പറയുക, നമ്മുടെ പ്രകൃതിയുടെ സമ്പത്താണ്. ഒരു എന്താ പറയുക, മായമോ ഒന്നുമില്ലാതെ വളരുന്ന ഈ ഒരു സസ്യത്തെ എല്ലാവരും തിരിച്ചറിയുക. ഇതിൻ്റെ മേന്മയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. കുട്ടികൾക്ക് എന്താ പറയുക, വെള്ളത്തിൽ ഇതിട്ട് കൊടുക്കുക. എൻ്റെ മോളൊക്കെ ഇതന്നെയാണ്, ഈ വെള്ളമാണ് കുടിക്കാറ്. കണ്ടില്ലേ, അരി ഇതുപോലെ ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ കൂൾ ബാറിൽ നിന്ന് നമ്മൾ ജ്യൂസിൽ നമ്മൾ കസ്കസായി കുടിക്കുന്ന ആ ഒരു സാധനം ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തിക്കാണ്. ഇപ്പോൾ നല്ല തിക്ക് കണ്ടല്ലോ. നമ്മുടെ കസ്കസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നാടൻ കസ്കസ് അല്ല, നമ്മുടെ പ്രകൃതിയുടെ സ്വന്തം, പ്രകൃതിയുടെ വരദാനമായ ഔഷധ ചെടിയിൽ നിന്നും നമ്മൾ ഉണ്ടാക്കിയ ആ വിത്ത് കൊണ്ട് നമ്മളിപ്പോൾ ഒരു മെഡിസിനൽ പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പോൾ അറിയാതെ പോകരുത്, നമ്മൾ ഒരിക്കലും ഇതിൻ്റെ മൂല്യം അറിയാതെ പോകരുത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും നല്ല അടിപൊളിയായ വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും. അതുവരേക്കും നിങ്ങളുടെ സ്വന്തം സുനിതാമി ഇവിടെ ഗുഡ് ബൈ പറയാണ്. ടാറ്റാ, ബൈ ബൈ.